ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പഴയന്നൂർ പോസ്റ്റ് ഓഫീസിൽ മാർച്ച് നടത്തി. പഴയന്നൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരും ഇപ്പോഴത്തെ നിലനിൽക്കുന്ന പിണറായി സർക്കാരും അതിന് ചുവട് പിടിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2020-ലും 2021-ലും 2022-ലും ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 ദിവസത്തെ ജോലി കൊടുത്തതുകൊണ്ടും ഏറ്റവും കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ നടപ്പിലാക്കിയതിനും അവാർഡ് വാങ്ങിയ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമാണ്. പക്ഷേ 23 മുതൽ ഈ 2 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തുകളെ, കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഒന്നും തന്നെ ഒരു 50% പോലും തൊഴിൽ നൽകാൻ കഴിയാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥിരമായി തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല. ഇപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലമായി അതിന്റെ കാലഘട്ടം മുതൽ ഈ മാർച്ച് മാസം വരെ എല്ലാ ദിവസവും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകളെ നിർബന്ധിച്ചിരിക്കുകയാണ്. ഇതിന് മുമ്പൊന്നും ആ സംവിധാനമില്ല. 23-24 കാലഘട്ടത്തിലും 24-25 കാലഘട്ടത്തിലും നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരക്ഷര കുട്ടികളാണ്. അവർ വിദ്യാസമ്പന്നരല്ല. അവർ വീട്ടുകളിലെ വീട്ടമ്മമാരാണ്. അവർക്ക് ഒപ്പിടാനും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള സാങ്കേതികമായ മികവില്ല എന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. രാജ്യത്തിന്റെ അഭിമാനമായ ഗാന്ധിജിയുടെ പേര് പദ്ധതിയിൽ നിന്ന് മാറ്റുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ചരിത്രത്തെ മായ്ച്ചു കളയാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ മുൻ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ, മുൻ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം അനീഷ്, ടി ശ്രീകുമാർ, പി കെ മോഹൻദാസ്, കെ എം സൈദാലി, ലതാ സാനു, യു അബ്ദുള്ള, സുരേഷ് ബാബു, എളനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു.